Dear students, have a nice time. In the last class, we studied Picard's theorem. According to Picard's theorem, let f of xy and dou f by dou y be continuous functions of x and y on a closed rectangle R with sides parallel to the axis. And if x0, y0 is any interior point of this rectangle, then there exists a number h greater than 0 with the property that this initial value problem has a one and only one solution on the interval mod x minus x0 less than or equal to h. നമ്മളിത് പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഡോ എഫ് ബൈ ഡോ വൈ കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന കണ്ടീഷൻ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഈ ഒരു ഇന്നിക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഇന്നിക്വാളിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പ്രൂഫ് പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇവിടെ കെ എന്നത് ഡോ എഫ് ബൈ ഡോ വൈയുടെ അപ്പർ ബൗണ്ടാക്കി എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു ഇന്നിക്വാളിറ്റി ലഭിച്ചത്. ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഡോ എഫ് ബൈ ഡോ വൈ കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന കണ്ടീഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. For instance, our assumption that dou f by dou y is continuous on R is stronger than the proof required. So we can introduce this inequality into the theorem as an assumption that replaces the one about dou f by dou y. Dou f by dou y continuous ആയിരിക്കണം എന്ന കണ്ടീഷന് പകരം നമുക്ക് വേണമെങ്കിൽ ഇന്നിക്വാളിറ്റി 8 ഡയറക്റ്റ് ആയിട്ട് ഒരു കണ്ടീഷനായിട്ട് തിയറത്തിൽ ഉൾപ്പെടുത്തി എന്ന് വിചാരിക്കാം. In this way, we arrive at a stronger form of the theorem since there are many functions that lack a continuous partial derivative but nevertheless satisfy the inequality 8 for some constant k. Inequality 8 ൽ പറയുന്നത് f of xy1 minus f of xy2 less than or equal to modulus of f of xy1 minus f of xy2 is less than or equal to k into mod y1 minus y2 എന്നാണ്. ആ ഇന്നിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അവയിൽ പലതും ഡോ എഫ് ബൈ ഡോ വൈ കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡോ എഫ് ബൈ ഡോ വൈ കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന കണ്ടീഷന് പകരം നമ്മൾ ഇന്നിക്വാളിറ്റി 8 ഡയറക്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ തിയറം വിൽ ബി അപ്ലിക്കബിൾ ഫോർ സം മോർ ഫങ്ഷൻസ്. സോ കൺസിഡർ ദിസ് ഡിഫറൻഷ്യൽ ക്വോഷ്യന്റ് എഫ് ഓഫ് എക്സ് വൈ വൺ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ടു ഡിവൈഡഡ് ബൈ വൈ വൺ മൈനസ് വൈ ടു. Modulus of this one less than or equal to a constant means that this differential quotient is bounded on R. This condition is called the Lipschitz condition in the variable y. So the condition that f of xy1 minus f of xy2 divided by y1 minus y2 is bounded on R is called the Lipschitz condition. If we drop the Lipschitz condition and assume only that f of xy is continuous on R, then it is still possible to prove that the initial value problem 1 has a solution. ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ ഇല്ലാതെ എഫ് ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് ഓൺ ആർ ആണ് എന്ന കണ്ടീഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോഴും നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാവും. ഈ റിസൾട്ടാണ് പിയാനോസ് തിയറം എന്നറിയപ്പെടുന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ നമ്മൾ ലഭിച്ചിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ യുണീക്ക് ആവണം എന്ന് നിർബന്ധമില്ല. സോ വാട്ട് ഇസ് പിയാനോസ് തിയറം? ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പിക്കാർഡ്സ് തിയറം വി ഓൺലി ഡ്രോപ്പ് ദ condition that dou f by dou y is continuous. Then initial value problem has a solution which may not be unique. That is Peano's theorem. So in this theorem, we will assume that f of xy be a continuous function that satisfies a Lipschitz condition. Modulus of f of xy1 minus f of xy2 less than or equal to k into mod y1 minus y2. This happens on a strip defined by a less than or equal to x less than or equal to b and minus infinity less than y less than infinity. അതായത് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പിൽ എ ബി എന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് എ ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു ബി ആവുകയും വൈ വേരീസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആവുകയും ചെയ്യുന്നത് ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിലാണ്. ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിലുള്ള എല്ലാ പോയിന്റ്സിലും ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ and if x0 y0 is any point on the strip, then the initial value problem y dash equal to f of xy y of x0 equal to y0 has one and only one solution y equal to y of x on the interval a less than or equal to x less than or equal to b. So Picard's theorത്തിൽ dou f by dou y കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന കണ്ടീഷൻ നമ്മൾ വയലേറ്റ് ചെയ്യുന്നു. കൂടാതെ അവിടെ നമ്മൾ റെക്റ്റാങ്കുലർ റീജിയൻ ആണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന. ഇവിടെ നമ്മളൊരു വേർട്ടിക്കൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഡോ എഫ് ബൈ ഡോ വൈ കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന കണ്ടീഷന് പകരം ലിപ്ഷിറ്റ്സ് കണ്ടീഷനാണ് അസ്യൂം ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് നമ്മൾ കൺസിഡർ ചെയ്ത ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് വൺ ആൻഡ് ഓൺലി വൺ സൊല്യൂഷൻ ഉണ്ടായിരിക്കും ഇൻ ദിസ് ഇൻ്റർവൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്.
ഈ തിയറത്തിൻ്റെ പ്രൂഫ് സ്റ്റാർട്ടിങ്ങിൽ പിക്കാർഡ്സ് തിയറവുമായി ഒരു വ്യത്യാസവും ഇല്ല. അവിടെ നമ്മൾ എന്തായിരുന്നു പ്രൂഫ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതേ പ്രൂഫ് തന്നെ നമ്മൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നു. വി കൺസിഡർ ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y dash equal to f of x y, y of x naught equal to y naught. So any solution of the initial value problem will be same as the solution of y of x is equal to y naught plus integral x naught to x f of t yt dt. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ഇൻ്റഗ്രൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടൊരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. y naught, y1, y2 etc. in such a way that yn(x) equal to y naught plus integral x naught to x f of t yn minus 1 t dt. ആ സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ സൊല്യൂഷനിലേക്കായിരിക്കും എന്ന കാര്യം ഓർക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു സീരീസ് കൺസിഡർ ചെയ്തു. ദ സീരീസ് വാസ് y naught of x plus sigma n equal to 1 to infinity ynx minus yn minus 1x. And we note that the nth partial sum of this series is ynx. So nth partial sumമിൻ്റെ കൺവേർജിങ് പോയിൻ്റ് ആണ് ഈ സീരീസിൻ്റെ കൺവേർജിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ynx കൺവേർജസ് എന്നാണ്. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അതിന് പകരം നമ്മൾ ഈ സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. ആക്ച്വലി ദി സീരീസ് കൺവേർജസ് യൂണിഫോംലി ടു എ സൊല്യൂഷൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. And we accomplish this by using a somewhat different method of estimating the terms of the series 10. അതിനായി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ സീരീസിൻ്റെ ഓരോ ടേംസിനെയും അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നു, മോഡുലസ് ഓഫ് ദ ടേംസ് എടുക്കുന്നു. ആ ടേംസ് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് കൺവേർജൻ്റ് ആണെന്ന് അറിയാവുന്ന ഒരു സീരീസിൻ്റെ ടേംസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ അവിടെയും ചെയ്തത്. പക്ഷെ ആ പ്രോസസ്സ് ഇവിടെ നമ്മൾ മറ്റൊരു ഡിഫറെൻറ്റ് മെത്തേഡിലൂടെ ചെയ്യുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. So define m0, m1 and m by m0 equal to modulus of y0, m1 equal to maximum of mod y1x and m equal to m0 plus m1. And we note that modulus of y0x is less than or equal to m and modulus of y1x minus y0x is less than or equal to m. Mod y0x is actually less than or equal to m0 and m0 is less than or equal to m. Therefore it is less than or equal to m. Now modulus of y1x minus y0x is less than or equal to mod y1x plus mod y0x. Mod y0x is less than or equal to m and mod y1x is less than or equal to m1. So this will be less than or equal to m0 plus m1. That is, it is less than or equal to m. So we have mod y1x minus y0x less than or equal to m. നമ്മൾ സീരീസിലെ ടേംസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീരീസിലെ ടേംസ് മോഡുലസ് ഓഫ് y0x പ്ലസ് sigma n equal to 1 to infinity modulus of ynx minus yn minus 1 of x ആണ്. ഇതിലുള്ള ഫസ്റ്റ് രണ്ട് ടേംസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. മോഡ് y0x ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്ന് ലഭിച്ചു. ഈ സീരീസിലുള്ള ഫസ്റ്റ് ടേം മോഡ് y1x മൈനസ് y0x ആണ്. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്തു. അതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്ന് ലഭിച്ചു. നെക്സ്റ്റ്, ഇഫ് x0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b, we consider modulus of y2x minus y1x. എ ബിയിലുള്ള ഒരു പോയിൻ്റാണ് x0 എന്ന് പറയുന്നത്. x0നും ബിക്കും ഇടയിലുള്ള ഒരു എക്സ് വാല്യൂ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ വി കൺസിഡർ ഫോർ ദിസ് കറസ്പോണ്ടിങ് എക്സ് വി കൺസിഡർ മോഡുലസ് ഓഫ് y2x മൈനസ് y1x. മോഡുലസ് ഓഫ് y2x മൈനസ് y1x ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ x0 ടു x f of t y1t മൈനസ് f of t y0 t dt. കാരണം y2 of x എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു y0 പ്ലസ് ഇൻ്റഗ്രൽ x0 ടു x f of t y1t dt ആണ്. ആൻഡ് y1 of x ഈക്വൽ ടു y0 പ്ലസ് ഇൻ്റഗ്രൽ x0 ടു x f of t y0 t dt. സോ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ y0 ആൻഡ് y0 ക്യാൻസൽ. സോ മോഡുലസ് ഓഫ് y2x മൈനസ് y1x ഇസ് മോഡുലസ് ഓഫ് integral x0 to x f of t y1t minus f of t y0 t dt. We take the modulus sign inside the integral sign. So we have less than or equal to integral x0 to x modulus of f of t y1t minus f of t y0 t dt. ഇവിടെ നമ്മൾ ലിപ്ഷ്യസ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നു. ലിപ്ഷ്യസ് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് if y1 and y2 are two distinct points then f of x y1 minus f of x y2 is less than or equal to k into mod y1 minus y2. ഇവിടെ y1t y0t ആണുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. സോ വി ഹാവ് ദിസ് ടേം മോഡുലസ് ഓഫ് ദിസ് ടേം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ഇൻറ്റു മോഡുലസ് ഓഫ് y1t മൈനസ് y0t dt.
And this modulus of y1t minus y0t is less than or equal to m. So we have this expression is less than or equal to km into integral x0 to x dt. Integral x0 to x dt is t between limits x0 and x, that is x minus x0. So we have this expression is less than or equal to km into x minus x0. In the similar way, we consider modulus of y3x minus y2x. It's equal to modulus of integral x0 to x f of t y2t minus f of t y1t dt, which is less than or equal to, this expression becomes less than or equal to k into modulus of y2t minus y1t dt. Now, modulus of y2t minus y1t is less than or equal to km into x minus x0. That is, we have just proved. So this expression is less than or equal to k square m into, here we have t in the place of x, so we have t minus t naught dt, integral x0 to x t minus t naught dt. t എന്നത് വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽ സൈൻ്റെ ഉള്ളിൽ എഴുതിയേ പറ്റൂ, that is not a constant. So we have k square m into integral of t minus x0 with respect to t is x minus x0 whole square by 2. Between limits x0 to x apply ചെയ്ത് കഴിഞ്ഞാൽ we will get the result like this. So let us generalize the result. Modulus of ynx minus yn minus 1x is less than or equal to, ഇവിടെ modulus of y2x minus y1x ആവുന്ന സമയത്ത് it is less than or equal to km into x minus x0. Modulus of y3x minus y2x ആണെങ്കിൽ k square m into x minus x0 whole square by 2 എന്നാണ് ലഭിച്ചത്. In general, modulus of ynx minus yn minus 1 of x is less than or equal to k raised to n minus 1 m into x minus x0 raised to n minus 1 divided by n minus 1 factorial. Now we note that the same argument is also valid for a less than or equal to x less than or equal to x0, provided only that x minus x0 is replaced by modulus of x minus x0. നമ്മൾ മുമ്പ് കൺസിഡർ ചെയ്തത് എ ബി എന്ന ഇൻ്റർവെല്ലിലെ x0 എന്ന പോയിന്റിൽ x0നും ബിക്കും ഇടയിലുള്ള ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് കാണിച്ചത്. ഇനി നമ്മൾ എക്കും x0നും ഇടയ്ക്കുള്ള ഒരു പോയിന്റാണ് എക്സ് എടുത്തതെങ്കിലും നമ്മളെ പ്രൂഫിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ആ കേസിൽ നമ്മളെ പ്രൂഫിൽ വന്ന എക്സ് മൈനസ് x0 എന്ന ടേം, ഇവിടെ എക്സ് മൈനസ് x0 പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്, ഇവിടെ അത് എക്സ് മൈനസ് x0 ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും ലഭിക്കാം. സോ വി റീപ്ലേസ് ദ റിസൾട്ട് വിത്ത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് x0. Then this inequality will satisfy. So we have in general, if we take any point in closed interval AB, we have modulus of ynx minus yn minus 1 of x is less than or equal to k raised to n minus 1 m into modulus of x minus x0 raised to n minus 1 divided by n minus 1 factorial. Now we know modulus of x minus x0 is less than or equal to b minus a. So we have this expression is less than or equal to k raised to n minus 1 m into b minus a raised to n minus 1 divided by n minus 1 factorial for every x in the interval and n equal to 1, 2, etc. So ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സീരീസ് ഏതായിരുന്നു എന്ന് ഓർക്കുക, y0 of x plus sigma n equal to 1 to infinity. Actually it is modulus of y0 x plus sigma n equal to 1 to infinity modulus of ynx minus yn minus 1 of x. ഈ കാണുന്ന സീരീസ് യൂണിഫോംലി കൺവേർജൻ്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. Now we proved that this series is less than or equal to, ഇതിലുള്ള ഓരോ ടേംസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ആണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. മോഡ് y0 x is less than or equal to m. Modulus of y1x minus y0 x is less than or equal to m. Modulus of y2x minus y1x is less than or equal to km into b minus a. In general, modulus of ynx minus yn minus 1x is less than or equal to k raised to n minus 1 m into b minus a raised to n minus 1 by n minus 1 factorial. Actually, this series converges uniformly on the interval a less than or equal to x less than or equal to b to a limit function y of x. ഈ സീരീസ് കണ്ടാൽ നമുക്കറിയാം, ആക്ച്വലി ഈ സീരീസ് കൺവേർട്ട് ചെയ്യുന്നത് m പ്ലസ് m ഇൻറ്റു ഇ ടു ദ പവർ k ഇൻറ്റു ബി മൈനസ് എ എന്ന ഫംഗ്ഷനിലേക്കാണ്. ഈ സീരീസിൽ ഫസ്റ്റ് ടേം നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു. സെക്കൻഡ് ടേംസ് തൊട്ട് m കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുത്താൽ വാട്ട് വി ഗെറ്റ് 1 plus k into b minus a plus k square into b minus a whole square by 2 factorial plus etc. That is actually e raised to k into b minus a. So this series converges uniformly to the function m plus m into e raised to k into b minus a.
Now the uniformity of convergence implies that y of x is a solution of given initial value problem on the whole interval, and all that remains is to show that the solution is unique. യുണീക്നെസ് കാണിക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ് മറ്റൊരു സൊല്യൂഷൻ കൂടി ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നു, ആൻഡ് ദ ടു സൊല്യൂഷൻസ് ആർ ഈക്വൽ ഓൺ ദ ഇൻ്റർവൽ എന്ന് പ്രൂവ് ചെയ്യുന്നു. സോ വി അസ്യൂം ദാറ്റ് y bar x is also a solution of 15 on the interval, and our strategy is to show that yn x converges to y bar x for each x as n tends to infinity. And since we also have yn x converges to y of x, it will show that y bar x equal to y of x. y bar x മറ്റൊരു സൊല്യൂഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ആൻഡ് വി വിൽ ഷോ ദാറ്റ് ദ സീക്വൻസ് yn x കൺവേർജസ് ടു y bar x. പക്ഷേ yn x y of x ലേക്ക് കൺവേർജ് ചെയ്യുന്ന നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് വി മേ കൺക്ലൂഡ് ദാറ്റ് y bar x and y of x are equal. So we begin by observing that y bar x is continuous and satisfies the equation. അതായത് y bar x നമ്മൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണ്. സോ ലെറ്റ് us substitute y equal to y bar here. So we have y bar x equal to y naught plus integral x naught to x f of t y bar t dt. And if capital A equal to maximum of mod y bar x minus y naught, then for any x between x naught and b, we see that modulus of y bar x minus y1x equal to modulus of integral x naught to x f of t y bar t minus f of t y naught t dt. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ y bar x ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. y1 of x എഴുതിയാൽ y naught plus integral x naught to x f of t y naught t dt എന്നാണ് ലഭിക്കുക. മൈനസ് ചെയ്താൽ നമുക്ക് ഈ എക്സ്പ്രഷൻ ലഭിക്കും. Now as before, this expression is less than or equal to integral x naught to x modulus of f of t y bar t minus f of t y naught t dt, and modulus of f of t y bar t minus f of t y naught t is less than or equal to k into modulus of y bar t minus y naught by Lipschitz condition. So we assume that the maximum of mod y bar x minus y naught is a. Therefore this expression is less than or equal to ka into integral x naught to x dt, that is x minus x naught. Again we consider mod y bar x minus y to x. ഇതേപോലെ നമ്മൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ we will get this expression is less than or equal to k square a into x minus x naught whole square by 2. ഇനി നമ്മളിത് ജനറലൈസ് ചെയ്യാൻ പോവാണ് ഈ റിസൾട്ട്. Modulus of y bar x minus yn x is less than or equal to k raised to n a into x minus x naught whole raised to n by n factorial. And a similar result holds for any point x between a and x naught. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ടിനെ മോഡുലസ് സൈനിൽ ഇടേണ്ടി വരും. കാരണം ഈ കേസിൽ എക്സ് മൈനസ് എക്സ് നോട്ട് നെഗറ്റീവായിട്ടാണ് വരിക ഇത്തരത്തിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ. So in general we have for any point x in the interval a less than or equal to x less than or equal to b, modulus of y bar x minus yn x is less than or equal to k raised to n a into mod x minus x naught raised to n by n factorial. And modulus of x minus x naught is less than or equal to b minus a. So this is less than or equal to k raised to n a into b minus a whole raised to n by n factorial. Now you consider the right hand side of this expression. Actually it is the nth term of the series sigma n equal to 1 to infinity k raised to n a into b minus a whole raised to n by n factorial. ഈ ഒരു സീരീസിൻ്റെ nth ടേം ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ആൻഡ് കൺസിഡർ ദിസ് സീരീസ്. ഈ സീരീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു a ഇൻറ്റു ഇ ടു ദ പവർ k ഇൻറ്റു b മൈനസ് a. സോ ഇതൊരു കൺവേർജിങ് സീരീസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു കൺവേർജിങ് സീരീസ് ആണ്. അതിൻ്റെ nth ടേം ആണ് നമുക്കിവിടെ ഈ ഇൻഇക്വാളിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡായിട്ട് ലഭിച്ചിരിക്കുന്നത്. വി നോ ദ nth ടേം ഓഫ് എ കൺവേർജിങ് സീരീസ് കൺവേർജസ് ടു 0. ഇതൊരു കൺവേർജിങ് സീരീസ് ആണെങ്കിൽ അതിന് nth ടേം കൺവേർജസ് ടു 0 എന്ന് നമുക്കറിയാം. സോ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ടെൻസ് ടു 0. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 0. Therefore we have y bar x equal to yn x. പിക്കാർഡ്സ് തിയറത്തിൽ നമ്മൾ അവസാനം കൺക്ലൂഡ് ചെയ്ത അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ വി കൺക്ലൂഡ് ദാറ്റ് ദ സൊല്യൂഷൻ ഇസ് യുണീക്ക്. ഹെൻസ് വി ക്യാൻ കംപ്ലീറ്റ് ദ പ്രൂഫ്. Now let us have an exercise problem. Show that f of xy equal to y raised to half does not satisfy a Lipschitz condition on the rectangle mod x less than or equal to 1 and 0 less than or equal to y less than or equal to 1. And it satisfy a Lipschitz condition on the rectangle mod x less than or equal to 1 and c less than or equal to y less than or equal to d, where 0 less than c less than d. So let us prove the first part. Here the function is f of xy equal to y raised to half. Here we will show that this function does not satisfy Lipschitz condition on this rectangle.
So it is enough to show that the Lipschitz condition is not satisfied at a particular point. So we consider the case when x equal to 0. What happens at x equal to 0? At x equal to 0, we may consider the differential quotient modulus of f of 0y minus f of 0 divided by y minus 0. Lipschitz condition la namukkullathu modulus of f of xy1 minus f of xy2 divided by modulus of y1 minus y2. This is bounded ആയിരിക്കണം എന്നതാണ് Lipschitz condition. So here we consider the point at which x equal to 0. And y1 and y2 ആയിട്ട് രണ്ട് പോയിന്റ്സ് ചൂസ് ചെയ്യുന്നത് ഒരു പോയിന്റ് 0 ആയിട്ട് ചൂസ് ചെയ്യുന്നു. കാരണം y lies between 0 and 1 ആണ്. So y നമുക്ക് 0 ആയിട്ട് ചൂസ് ചെയ്യാം. So we consider the differential quotient modulus of f of 0y minus f of 0 divided by y minus 0. So this is equal to modulus of f of xy is y raised to half. So f of 0y is also y raised to half minus f of 0 is 0 raised to half, that is 0 divided by y. Or it's equal to 1 divided by y raised to half, that is modulus of 1 by y raised to half, which is unbounded near the origin. As y tends to 0, y value 0 അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് this expression is unbounded. Therefore the function doesn't satisfy the Lipschitz condition on the given interval. Intervalലുള്ള എല്ലാ പോയിന്റ്സിലും ഈ കാണുന്ന ഡിഫറൻഷ്യൽ കോഷ്യന്റ് ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ Lipschitz condition സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാനാവൂ. നമ്മൾ ഇത്തരത്തിൽ പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് പോയിന്റ്സിലൊന്നും തന്നെ Lipschitz condition സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. This expression is unbounded. And coming to the part B, if mod x less than or equal to 1 and c less than or equal to y less than or equal to d, where 0 less than c less than d, what happens? Here we consider the differential quotient modulus of f of xy1 minus f of xy2 divided by y1 minus y2. ഇവിടെ നമുക്ക് Lipschitz condition സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യേണ്ടതുകൊണ്ട് ജനറൽ ആയിട്ട് നമുക്ക് ഈ എക്സ്പ്രഷൻ ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. So this is equal to modulus of f of xy is y raised to half. Therefore f of xy1 is y1 raised to half minus y2 raised to half divided by y1 minus y2. Root y1 minus root y2 divided by y1 minus y2. So this is equal to root y1 minus root y2 divided by y1 minus y2 can be written as root y1 minus root y2 into root y1 plus root y2. So we have modulus of 1 divided by root y1 plus root y2. Since y lies between c and d, root y1 and root y2 will be less than or equal to root d. So we have this expression is less than or equal to 1 by 2 root d. Therefore, the differential quotient on the left hand side is bounded. And we may conclude that f of xy satisfy Lipschitz condition in the given intervals.